നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അവയവ കച്ചവടം സംസ്ഥാനത്ത് കാസർഗോഡ് ഉൾപ്പെടെ 5ഇടങ്ങളിൽ ED പരിശോധന. കേസിലെ ഇടനിലക്കാരനായ മേൽപ്പറമ്പ് സ്വദേശി നജീബിന്റെ വീട്ടിൽ ഉൾപ്പെടെയാണ് പരിശോധന. കാസർഗോഡ് ജില്ല പനിച്ചു വിറക്കുന്നു. ഈ മാസം ഇതുവരെ മാത്രം 10,934 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. ജനുവരി മുതൽ ഇതുവരെയായി 1 ലക്ഷത്തോളം പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം. 10 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തുവെന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. മടിക്കൈ ആലയിൽ സ്വദേശി ശ്രീജിത്തിനെയാണ് അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ നിന്ന് ഹോസ്ദുർഗ് പോക്സോ കോടതി കെട്ടിടവും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കെട്ടിടവും കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനം. കാസർഗോഡ് ജില്ലയിലെ ലഹരി മാഫിയയുടെ വേരുറക്കാൻ ലക്ഷ്യമിട്ട് കാസർഗോഡ് പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുന്നു. തുടർച്ചയായി ലഹരി കേസുകളിൽ പ്രതിയാകുന്നവരെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കർശന നിയമമായ PIT NDPS ആക്ട് പ്രകാരം ഒരാളെ കൂടി പോലീസ് കരുതൽ തടങ്കലിലാക്കി. KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ അധ്യാപകർ കൂട്ടധർണ സംഘടിപ്പിച്ചു. ചേമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമിയിലെ 2ാം വർഷ KGCE വയനാട് ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ വിദ്യാർത്ഥി P ആദർശിന്റെ 25ഓളം ചിത്രശില്പങ്ങളുടെ പ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. അവയവ കച്ചവടം സംസ്ഥാനത്ത് കാസർഗോഡ് ഉൾപ്പെടെ 5ഇടങ്ങളിൽ ED പരിശോധന. കേസിലെ ഇടനിലക്കാരനായ മേൽപ്പറമ്പ് സ്വദേശി നജീബിന്റെ വീട്ടിൽ ഉൾപ്പെടെയാണ് പരിശോധന. സംസ്ഥാനത്തെ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ വ്യാപക പരിശോധന. കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന. അവയവ കച്ചവട ശൃംഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും ഇടനിലക്കാരുടെ പങ്കും കേന്ദ്രീകരിച്ചാണ് പരിശോധന പുരോഗമിക്കുന്നത്. കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനിയായ ശ്രീജയുടെ വീട്ടിലും ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി. കേസുമായി ബന്ധപ്പെട്ട രേഖകളും ഡിജിറ്റൽ തെളിവുകളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. പരിശോധനയിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സൂചനയുണ്ട്. അവയവം സ്വീകരിക്കുമെന്നും സൂചനയുണ്ട്. അവയവ കച്ചവട കേസിലെ ഇടനിലക്കാരനായ മേൽപ്പറമ്പ് സ്വദേശി നജീബിന് വൻതുക കമ്മീഷനായി കിട്ടിയെന്നാണ് വിവരം. ഇയാളെ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ വീട്ടിലും പരിശോധന നടത്തി. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് സംഘം അവയവക്കടത്ത് നടത്തിയത്. നേരത്തെ NIA നജീബിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ല പനിച്ചു വിറക്കുന്നു. ഈ മാസം ഇതുവരെ മാത്രം 10,934 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. ജനുവരി മുതൽ ഇതുവരെയായി 1 ലക്ഷത്തോളം പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കാസർഗോഡ് ജില്ലയിലെ ഉയരുന്ന പനിക്കണക്ക് ആശങ്കയായി തുടരുന്നു. മെയ് മാസത്തിൽ 13,476 പേർക്ക് പനി ബാധിച്ചപ്പോൾ ജൂൺ മാസം പകുതിയാകുമ്പോൾ തന്നെ പനി രോഗികളുടെ എണ്ണം 10,934 ഈ വർഷം ജനുവരി മുതൽ ഗവൺമെന്റ് ആശുപത്രികളിൽ വിവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടിയ 1.60 ലക്ഷം പേരിൽ പകുതി ആളുകളും പനി രോഗികളായിരുന്നു. ഇവരിൽ 2,158 രോഗികൾക്ക് കിടത്തി ചികിത്സ വേണ്ടിവന്നു. മെയ് മാസത്തിൽ പനി രോഗികളിൽ 12 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. എന്നാൽ ജൂൺ പകുതി എത്തും മുൻപ് തന്നെ 12 ഡെങ്കി ബാധിതരെ കണ്ടെത്തി. ഡെങ്കി ബാധിതരുടെ എണ്ണം ഉയരുന്നതായാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം ഒരാൾക്കാണ് എലിപ്പനി ബാധിച്ചത്. ജൂണിലും ഒരാൾക്ക് എലിപ്പനി കണ്ടെത്തിയിട്ടുണ്ട്. ഈ വർഷം എലിപ്പനി ബാധിച്ച 12 പേരിൽ 2 പേർ മരിച്ചു. ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെല്ലാം തന്നെ പനി ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ട്. സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ കൃത്യസമയത്തുള്ള ചികിത്സയ്ക്കൊപ്പം വിശ്രമവുമാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം. 10 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തുവെന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. മടിക്കൈ ആലയിൽ സ്വദേശി ശ്രീജിത്തിനെയാണ് അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തത്.
വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ബലാത്സംഗം ചെയ്യുകയും 10 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തുവെന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. മടിക്കൈ ആലയിൽ സ്വദേശി ശ്രീജിത്തിനെയാണ് അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരിയായ 39-കാരി നൽകിയ പരാതിയിലാണ് ശ്രീജിത്തിനെതിരെ ബലാത്സംഗത്തിനും വിശ്വാസവഞ്ചനയ്ക്കും 10 ലക്ഷം രൂപ തട്ടിയെടുത്തതിനും കേസെടുത്തത്. യുവതിയുമായി ശ്രീജിത്ത് നേരത്തെ അടുപ്പത്തിലായിരുന്നുവെന്നും പറയുന്നു. ഇതിനിടയിൽ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുകയും 10 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ നിന്ന് ഹോസ്ദുർഗ് പോക്സോ കോടതി കെട്ടിടവും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കെട്ടിടവും കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറ്റാൻ നീക്കം. ഹൈക്കോടതി അനുമതി ലഭിച്ചാലുടൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ നിന്നും കോടതികളുടെ പ്രവർത്തനം കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ നീക്കം. ഹൈക്കോടതി അനുമതി ലഭിച്ചാലുടൻ ഹോസ്ദുർഗ് അതിവേഗ സ്പെഷ്യൽ കോടതി, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്നീ 2 കോടതികൾ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറും. കാലപ്പഴക്കത്താൽ അപകട ഭീഷണി നേരിടുന്ന കെട്ടിടത്തിലാണ് 4 കോടതികളും പ്രവർത്തിക്കുന്നത്. പോക്സോ കോടതി കെട്ടിടത്തിൽ പ്രോസിക്യൂട്ടറുടെ മുറിയിലെ കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് പതിവ് സംഭവമാണ്. നേരത്തെ ബാർ അസോസിയേഷൻ ഓഫീസായിരുന്ന മുറിയാണ് പോക്സോ കോടതിക്ക് നൽകിയത്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2ന്റെ മേൽക്കൂരയിൽ നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നുണ്ട്. മേൽക്കൂരയിലെ ഓടുകൾ ഇളകിപ്പോകുന്നതും ചോർച്ചയും പതിവാണ്. ടാർപോളിൻ മുകളിൽ വിരിച്ചാണ് പലപ്പോഴും ചോർച്ച തടയുന്നത്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1ന്റെ കെട്ടിടവും കാലപ്പഴക്കത്താൽ അപകട ഭീഷണി നേരിടുന്നു. മുൻസിഫ് കോടതി കെട്ടിടവും ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 4 കോടതികളും ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറുവാൻ ശ്രമിച്ചുവെങ്കിലും 2 കോടതികൾ മാത്രമേ മാറ്റുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ 2 കോടതികൾ മാറുന്നത്. മാറാനുള്ള അനുമതിക്കായി ജില്ലാ ജഡ്ജി മുഖേന ഹൈക്കോടതിയിൽ അനുമതിക്കായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് നിശ്ചയിക്കുന്ന നിരക്ക് കെട്ടിടം നഗരസഭ വിട്ടു നൽകിയാൽ 2 കോടതികൾ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറും. 2025 മെയ് മാസത്തിൽ പൊതുമരാമത്ത് വകുപ്പ് 4 കോടതികളുടെയും കെട്ടിടം അപകട ഭീഷണി നേരിടുന്നുവെന്ന് കാട്ടി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പുതിയ കോടതി കെട്ടിട സമുച്ചയം പൂർത്തിയാകുവാൻ കാലതാമസം നേരിടുന്നതും മറ്റൊരു സ്ഥലം കണ്ടെത്തുവാനുള്ള നീക്കത്തിന് പിന്നിലുണ്ട്. ആദ്യം നിലവിലെ കോടതി സമുച്ചയത്തിന് സമീപത്തെ തന്നെ 7 നിലകളിലുള്ള പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുവാനായിരുന്നു പദ്ധതിയിട്ടത്. 10 കോടിയും അന്ന് അനുവദിച്ചു. സ്ഥലപരിശോധനയും രൂപരേഖയും ഏതാണ്ട് പൂർത്തിയായിരുന്നു. എന്നാൽ നിലവിലുള്ള സ്ഥലത്ത് കോടതി പണിയുമ്പോൾ കോടതികളുടെ പ്രവർത്തനം മാറ്റിസ്ഥാപിക്കുവാനുള്ള സ്ഥലലഭ്യത അന്ന് വിഷയമായി. ഇതോടെ പുതിയ സ്ഥലം കണ്ടെത്തുവാനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെയാണ് കോടതിക്ക് സമീപത്ത് തന്നെയുള്ള റവന്യൂ വകുപ്പിന്റെ 1.21 ഏക്കർ സ്ഥലം കണ്ടെത്തിയത്. ഈ സ്ഥലം റവന്യൂ വകുപ്പ് ജുഡീഷ്യറിക്ക് കൈമാറുകയും ചെയ്തു. ഇവിടെയാണ് പുതിയ കെട്ടിടം ഉയരുക. കെട്ടിടത്തിന്റെ രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറായെന്നാണ് അധികൃതർ പറയുന്നത്. ഇതോടൊപ്പം അനുമതി ലഭിച്ച മറ്റിടങ്ങളിലെ കെട്ടിടങ്ങൾ ഏതാണ്ട് പൂർത്തിയാകാറായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ലഹരി മാഫിയയുടെ വേരുരക്കാൻ ലക്ഷ്യമിട്ട് കാസർഗോഡ് പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുന്നു. തുടർച്ചയായി ലഹരി കേസുകളിൽ പ്രതിയാകുന്നവരെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കർശന നിയമമായ PIT NDPS ആക്ട് പ്രകാരം ഒരാളെ കൂടി പോലീസ് കരുതൽ തടങ്കലിലാക്കി. കാസർഗോഡ് ജില്ലയിലെ ലഹരി മാഫിയയുടെ വേരറുക്കാൻ ലക്ഷ്യമിട്ട് കാസർഗോഡ് പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുന്നു. ഇതിന്റെ ഭാഗമായി തുടർച്ചയായി ലഹരി കേസുകളിൽ പ്രതിയാകുന്നവരെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കർശന നിയമമായ PIT NDPS ആക്ട് പ്രകാരം ഒരാളെ കൂടി പോലീസ് കരുതൽ തടങ്കലിലാക്കി. ചെങ്കള റഹ്മത്ത് നഗർ സ്വദേശിയായ നുഹ്മാൻ CZനെയാണ് കാസർഗോഡ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടപടികൾക്ക് ശേഷം പ്രതിയെ അതീവ സുരക്ഷയുള്ള തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ലഹരി വസ്തുക്കളുടെ കടത്ത്, വിൽപ്പന, വിതരണം എന്നിവയിൽ ഏർപ്പെടുന്നവർക്കെതിരെ ഇനിയും ഇത്തരം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും. ഇതോടെ ജില്ലയിൽ 19ാമത്തെ ആളാണ് ഇത്തരത്തിൽ അറസ്റ്റിലാകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടവേള. Shopika Weddings, the bridal legacy.
ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ അധ്യാപകർ കൂട്ടധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC മഹേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ അധ്യാപകരുടെ കൂട്ടധർണ സംഘടിപ്പിച്ചു. സെൻസസ് ചുമതലയുള്ള അധ്യാപകർക്ക് ഡ്യൂട്ടി ലീവ് അനുവദിക്കുക, പകരം ദിവസ വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുക, അധ്യാപകരുടെ പ്രമോഷൻ സ്ഥലം മാറ്റ നടപടികൾ വേഗത്തിലാക്കുക, ധവളപത്രത്തിന്റെ മറവിൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, പാഠ്യപദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറുക, അന്യായമായ സ്ഥലമാറ്റങ്ങൾ റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ആ നയങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു പ്രതീതിയാണ്, അതിൻ്റെ ചില സൂചനകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. റിസൾട്ട് വോട്ടെല്ലാം എണ്ണിക്കഴിയുന്നതോടുകൂടി മുഴുവനായി വോട്ടെണ്ണുന്നതിന് തീരുന്നതിന് മുന്നേ തന്നെ നേരത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ സിഗരറ്റ് പാക്കറ്റിന്റെ പിറകിൽ പേരെഴുതി വ്യത്യസ്തങ്ങളായ മേഖലകളിൽ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റം നടത്താനാണ് ആദ്യം തന്നെ ഇവർ തുനിഞ്ഞിറങ്ങിയത്. ജനങ്ങളാകെ ആകാംക്ഷയോടെ മുഖ്യമന്ത്രിക്കായി കാത്തുനിൽക്കവേ ജില്ലാ പ്രസിഡന്റ് KV സുജാത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം K ഹരിദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം NK ലസിത എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി T പ്രകാശൻ സ്വാഗതവും ട്രഷറർ KV രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചേമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമിയിലെ 2ാം വർഷ KGCE വയനാട് ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ വിദ്യാർത്ഥി P ആദർശിന്റെ 25ഓളം ചിത്രശില്പങ്ങളുടെ പ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 21 വരെയാണ് പ്രദർശനം നടക്കുന്നത്. കാഞ്ഞങ്ങാട് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചെമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്റ്റ് ആദർശ് Pയുടെ കളറിംഗ് ഫ്യൂഷൻ എന്ന ചിത്രശില്പ പ്രദർശനത്തിന് തുടക്കമായി. പ്രദർശനം ലയൺസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ KN ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ചേരുകയും ഇപ്പോൾ അതിന്റെ റീജിയണൽ ചെയർപേഴ്സണായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യാണ്.
അതൊരു നോൺ പ്രോഫിറ്റബിൾ സംഘടനയാണ്. നമ്മുടെ പൂർണ്ണ സമയം അതിനുവേണ്ടി ഉപയോഗിക്കാം. കൂടാതെ ഒരു ട്രെയിനറാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ് എന്നിവയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ സർട്ടിഫൈഡ് ട്രെയിനറാണ്. PRPMS എന്ന് പറയുന്ന പെൻഷൻ സംഘടനയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ രവിയേട്ടൻ ലയൺസ് ക്ലബ്ബുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ രവിയേട്ടനുമായിട്ട് ബന്ധപ്പെട്ടത്. ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്നത് വി സർവ്, ലോകത്തെ സേവിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പേ തുടങ്ങി ഏകദേശം 15 ലക്ഷത്തോളം അംഗങ്ങൾ അടങ്ങിയ 200 മുകളിൽ രാജ്യങ്ങളിലുള്ള ഒരു ഇന്റർനാഷണൽ സംഘടനയാണ്. അപ്പോൾ ഞാൻ ഇത് എന്തിനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് ലാസ്റ്റിൽ പറയാം. കുട്ടികൾക്ക് അത് എന്താണ് അതിന് കാര്യം എന്ന് ഞാൻ ഇതിന്റെ അവസാനം സൂചിപ്പിക്കാം. ചടങ്ങിൽ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു. ടി ജയചന്ദ്രൻ തിരുവനന്തപുരം, ഫിലിം സ്ക്രിപ്റ്റ് റൈറ്റർ ടി ജയചന്ദ്രൻ തിരുവനന്തപുരം, കാഞ്ഞങ്ങാട് നഗരസഭ വാർഡ് കൗൺസിലർ ചന്ദ്രൻ മാസ്റ്റർ, പ്രസ് ഫോറം പ്രസിഡന്റ് ഫസ്ലു റഹ്മാൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സന്തോഷ് കൃഷ്ണൻ സ്വാഗതവും ആദർശ് പി നന്ദിയും പറഞ്ഞു. 30ഓളം ചിത്രശില്പങ്ങളുടെ പ്രദർശനമാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട ചിത്രങ്ങൾ നീലവസന്തം, സ്വർഗഭൂമി, പൗർണമി, കാലത്തിന്റെ യാത്രകൾ, ജീവിതം, വാസ്കോഡഗാമയിലൂടെ, എൻ ഹൃദയത്തിലെ പൂവ് തുടങ്ങിയവയാണ്. ഓയിൽ കളർ, അക്രിലിക് കളർ, വാട്ടർ കളർ, ടെറക്കോട്ട തുടങ്ങിയ മാധ്യമങ്ങളിലാണ് രചനകൾ. റിയലിസ്റ്റിക് പെയിന്റിംഗ്, കണ്ടംപറ്റി പെയിന്റിംഗ്, ക്യൂബിസം തുടങ്ങിയ വിവിധ രീതികളിലാണ് രചനകൾ നടത്തിയിട്ടുള്ളത്. ചെമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമിയിലെ 2ാം വർഷ KGCE ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ വിദ്യാർത്ഥിയായ ആർട്ടിസ്റ്റ് ആദർശ് പി ചിത്രകലയിൽ പുതിയ ആവിഷ്കാര രീതി കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസൂർ BD തൊഴിലാളി സഹകരണ സംഘത്തിലെ ആലാമിപ്പള്ളി ബ്രാഞ്ചിൽ നിന്ന് 40 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന TV ബേബിക്ക് തൊഴിലാളികൾ യാത്രയയപ്പ് നൽകി. മുൻ പ്രസിഡന്റ് DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് BD തൊഴിലാളി സഹകരണ സംഘത്തിലെ അലാമിപ്പള്ളി ബ്രാഞ്ചിൽ നിന്ന് 40 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന TV ബേബിക്ക് തൊഴിലാളികൾ യാത്രയയപ്പ് നൽകി. മുൻ പ്രസിഡന്റ് DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു. ഒരു മാസേ പിരിഞ്ഞ തൊഴിലാളിയാണ്. ഏപ്രിൽ മാസം മാത്രം പിരിഞ്ഞ തൊഴിലാളിക്ക് 8 തൊഴിലാളിക്കാണ് 12 ലക്ഷം ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പൈസ ഇപ്പോൾ അടിയന്തരമായിട്ട് 2 മാസത്തിനുള്ളിൽ വരും. അങ്ങനെ കോടി ആണ് വരുന്നത്. അതാണ് ദിനേശ് വീട്ടി സ്ഥാപനത്തിലെ പ്രതിസന്ധി പൊളിക്കാൻ കാരണം. നമ്മുടെ കേന്ദ്ര സംഘത്തിൽ 42,033 ഇപ്പോൾ 2,000 തൊഴിലാളിയായിട്ട് അത് മാറുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ബാക്കിയെല്ലാം പിരിഞ്ഞു. 42,000 തൊഴിലാളിയിൽ നിന്ന് 2,000-ന് മേലെ 2,000, 3,000-ൻ്റെ ഉള്ളിലുള്ള തൊഴിലാളി മാത്രമാണ് ജോലി ചെയ്യുന്നത്. ഒന്നിച്ചിട്ടാണ് പിരിയുന്നത്. സംഘം പ്രസിഡന്റ് T കമലം ഉപഹാരം നൽകി. TK ഗീത അധ്യക്ഷത വഹിച്ചു. K വിജയപാൽ, KP നാരായണൻ, KP ഹരീന്ദ്രൻ, അംബുജാക്ഷൻ, K മോഹനൻ, ജ്യോതിഷ്, കുമാരൻ, DV മനോജ്, P ജാനു ഹരിദാസ്, സരോജിനി എന്നിവർ സംസാരിച്ചു. K സുജാത സ്വാഗതവും TV ബേബി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുടുംബശ്രീ ജില്ലാ മിഷൻ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന നെയ്ബർഹുഡ് ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റ് കാഞ്ഞങ്ങാട് ഇക്ബാൽ ജംഗ്ഷനിൽ ആരംഭിച്ചു. സംരംഭം കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ IAS ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന നെയ്ബർഹുഡ് ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റ് കാഞ്ഞങ്ങാട് ഇക്ബാൽ ജംഗ്ഷനിൽ ആരംഭിച്ചു. പാരമ്പര്യ ശൈലികളിൽ നിന്നും മാറി ഉപഭോക്താക്കളുടെ താൽപര്യത്തിനനുസരിച്ച് ആധുനിക ന്യൂജൻ ബിസിനസ് മോഡലുകളിലേക്ക് കുടുംബശ്രീ സംരംഭങ്ങൾ ചുവടുമാറ്റുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഈ ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റ്. ഉയർന്ന ഗുണനിലവാരമുള്ളതും രുചികരവുമായ ഫ്രൈഡ് ചിക്കൻ വിഭവങ്ങൾ വളരെ മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് NFC. പള്ളിക്കര ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചു നടത്തുന്ന സംരംഭം കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ IAS ഉദ്ഘാടനം ചെയ്തു. എന്താണെന്ന് മനസ്സിലാക്കി അത് തുടങ്ങാനുള്ളൊരു ഏർപ്പാടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമുക്കറിയാം. കെയിനം എന്നുള്ള രൂപത്തിൽ നമ്മൾ കുറേ നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. കേട്ടാപ്പ് കെയിനെന്നുള്ള നമ്മളൊരു
കുറേ ടെക്നോളജി വാങ്ങി അതിൽ 30 പ്രോഡക്റ്റ് ഇറക്കി 20 പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിങ് മറ്റന്നാൾ 18-ാം തീയതി CTCRI തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി 20 പ്രോഡക്റ്റ് കൂടി ഇറക്കുകയാണ്. അപ്പോൾ ആ പ്രോഡക്റ്റൊക്കെ നമുക്ക് ഇവിടെയും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും. AKD എന്നുള്ള ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് അവരുടെ കടകളിൽ എത്തിക്കാൻ വേണ്ടി എത്തിച്ചു കഴിഞ്ഞാൽ അവർ വിൽക്കും. നമ്മുടെ എല്ലാ റീറ്റെയിൽ ഷോപ്പിലും ലഭ്യമാക്കാനുള്ള നടപടിയും അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങി. തൃശ്ശൂർ അത് ഷോപ്പുകളിൽ കിട്ടാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് നമുക്ക് 2-3 മാസം കൊണ്ട് ഇവിടെയും അത് വ്യാപിപ്പിക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബശ്രീക്ക് നല്ല സാധ്യതകളുണ്ട്. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭന അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത ആദ്യ വിൽപ്പന നടത്തി. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി പ്രഭാകരൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ് പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികളായ PH ഹനീഫ, ഫാത്തിമ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ മനോഹരൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി അബ്ദുൾ റഹ്മാൻ, CDS ചെയർപേഴ്സൺമാരായ കെ സനുജ, കെ അശ്വിനി, M നസീമ, ജില്ലാ പ്രോഗ്രാം മാനേജർ M ഷീബ, ബ്ലോക്ക് കോർഡിനേറ്റർ കെ നിമിഷ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് മെന്റർ MM ഷരീഫ, പള്ളിക്കര MEC കെ രജിത, ബ്ലോക്ക് കോർഡിനേറ്റർ രജനി, കുടുംബശ്രീ പ്രവർത്തകർ MEC മാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫാസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. കോട്ടച്ചേരി തുളിച്ചേരി ശ്രീ കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രം പൂരക്കളിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവായ കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പൂരക്കളി കലാകാരനും കാളപ്പുലിയൻ ദൈവത്തിന്റെ നർത്തകനുമായ കുമാരൻ വെളിച്ചപ്പാടിന് ക്ഷേത്രത്തിൽ വെച്ച് ആദരവ് നൽകി. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. കോട്ടച്ചേരി തുളിച്ചേരി ശ്രീ കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രം പൂരക്കളിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവായ കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പൂരക്കളി കലാകാരനും കാളപ്പുലിയൻ ദൈവത്തിന്റെ നർത്തകനുമായ കുമാരൻ വെളിച്ചപ്പാടിന് ക്ഷേത്രത്തിൽ വെച്ച് ആദരവ് നൽകി. സംക്രമ പൂജയോട് അനുബന്ധിച്ചുള്ള ചടങ്ങിൽ കളരി മൂത്ത ഗുരുക്കൾ, ഇളയ ഗുരുക്കൾ, മൂത്തമ്മ, ഇളയമ്മ, 4 വീട്ടുകാരും നാട്ടുകാരും പങ്കെടുത്തു. കേരള സാംസ്കാരിക കാര്യവകുപ്പും കേരള ഫോക്ലോർ അക്കാദമി പൂരക്കളി അവാർഡ് നേടിയ ശ്രീ കിഴക്കങ്കര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തിലെ ആചാര്യസ്ഥാനികൻ ശ്രീ കുമാരൻ വെളിച്ചപ്പാടശനി ശ്രീ കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ
ഒരു സ്നേഹോപകാരം നടക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, മടിയൻ ക്ഷേത്രപാലൻ്റെ കീഴിൽ ശ്രീ കുമ്മണാർ കളരിയും ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനവും അമേദ്യമായ ഒരു ബന്ധത്തിൻ്റെ ഉടമയാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിന് എല്ലാ കാര്യത്തിനും ദൈവികമായ ചൈതന്യത്തിൻ്റെ ഏത് കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ കുമാരൻ വെളിച്ചപ്പാടച്ചനി ശ്രീ കുമ്മണാർ കളരിയുടെ സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ വേണുഗോപാലൻ അവറുകളും അതുപോലെ തന്നെ മുഖ്യ രക്ഷാധികാരി നമ്മുടെ ശ്രീ നാരായണ മാവുങ്കാൽ അവറുകളും അതുപോലെ തന്നെ ശ്രീ വെല്ലിച്ചൻ, ഇളയച്ചൻ, ശ്രീ മൂത്തമ്മ, വലിയമ്മ, ഈ എൻ്റെ ഏട്ടന്മാരായിട്ടുള്ള ആളുകൾ, അതുപോലെ അമ്മമാർ, അതുപോലെ ആചാര്യസ്ഥാനികളായിട്ടുള്ള പുള്ളിക്കരിങ്കാളി അമ്മയുടെ ഭാഗത്തുനിന്ന് വന്ന ആളുകൾ, അതുപോലെ തന്നെ ശ്രീ കുമാരേട്ടൻ, ഐശ്വര്യകുമാരേട്ടൻ, നമ്മുടെ ഏത് കാര്യത്തിന് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ശ്രീ നമ്മുടെ 4 വീട്ടുകാരിൽ ആളായിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്ന ശ്രീ വേലായുധേട്ടൻ, എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യും. കമ്മിറ്റി പ്രസിഡന്റ് വേണുഗോപാൽ ഏച്ചിക്കാനം ഉപഹാര സമർപ്പണവും രക്ഷാധികാരി കുരിക്കൽ നാരായണൻ മാവുങ്കാൽ പൊന്നാടയും അണിയിച്ചു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി KV ബാബു, ഐശ്വര്യകുമാരൻ, പ്രകാശൻ മാസ്റ്റർ, പ്രസാദ് മാസ്റ്റർ, ഭാസ്കരൻ കിളിയളം, ഗംഗാധരൻ തുളിച്ചേരി, വേലായുധൻ തുളിച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ സന്തോഷകരമായ നിമിഷമാണ് കടന്നു പോകുന്നത്. കാരണം ഇങ്ങനൊരു ചടങ്ങ് കിട്ടുന്നതിന് മഹാഭാഗ്യമാണ്. വെളിച്ചപ്പാടത്തിൽ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അമ്പലത്തിലും വളരെയധികം ചെയ്യുന്നതാണ്. പ്രാവശ്യം ചേർത്ത് കട്ടകരേശം ഞങ്ങൾ കൊടുത്തു. എല്ലാ സ്ഥലത്തും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കുമ്മണാർ കളരി കിട്ടുന്ന ഏറ്റവും ഇപ്രാവശ്യത്തെ ഏറ്റവും സംഭവമാണിത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മിഥുനമാസ പ്രഭയിൽ ശ്രീമദ് ഭാഗവത വിചാര സത്രത്തിന് സമാപനമായി. സത്സംഗം കാഞ്ഞങ്ങാടിന്റെ ഉപസമിതി സത്സംഗം മാവുങ്കാൽ കഴിഞ്ഞ 1 വർഷക്കാലമായി രാമനഗരം ശ്രീരാമക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഭാഗവത സത്രമാണ് ഭക്തിയുടെ നിറവിൽ സമാപനമായത്. കഴിഞ്ഞ 1 വർഷക്കാലമായി രാമനഗരം ശ്രീരാമക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത വിചാരസത്രം വിവിധങ്ങളായ പരിപാടികളോടെയാണ് നടന്നത്. സത്സംഗം കാഞ്ഞങ്ങാട് ആധ്യാത്മിക നവമാധ്യമ കൂട്ടായ്മയുടെ ഉപസമിതി സത്സംഗം മാവുങ്കാലിന്റെ ആഭിമുഖ്യത്തിൽ 12 മാസങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ട ഭാഗവത സത്രമാണ് വേറിട്ട നിലയിൽ വൈവിധ്യങ്ങളായ പരിപാടികൾ സമർപ്പിച്ച് ശ്രദ്ധേയമായത്. സത്സംഗം കാഞ്ഞങ്ങാടിന്റെ സംയോജകനും കാര്യകർത്താവുമായ ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രികളുടെ മകൻ എടമന ശ്രീധരൻ നമ്പൂതിരി മാസ്റ്റർ സമാപന ചടങ്ങിന് ദീപപ്രജ്വലനം നടത്തി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സത്സംഗം കുടുംബാംഗങ്ങൾ ശ്രീമദ് ഭാഗവതത്തിന്റെ വിവിധ ഭാഗങ്ങൾ പാരായണം ചെയ്തു. പ്രമുഖ ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. പലർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു. അവസാന നിമിഷത്തിൽ പലർക്കും വായിക്കാൻ സാധിച്ചു. കുറച്ചായിട്ടെങ്കിലും അവസാനം കൂടി വായിക്കാൻ സാധിച്ചു. നമ്മളത് ഒരിക്കലും ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ വിടാൻ പറ്റില്ല. ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിയിലും ധരിക്കുവാൻ നെരുക്കമുണ്ടാക്കി തീർക്കും കരുവേണമോ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ. നമ്മുടെ ഗുരു പരമ്പര പറഞ്ഞതാണ്, ഇതിനെ എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും ഇതിനെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ജീവിതത്തിന്റെ ഭാഗമാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവത ധർമ്മം ആണ് പിന്നീട് പറഞ്ഞത്. അവസാനം അവിടെ അടക്കുന്നത് ഇത് ധർമ്മമായിട്ട് വരുന്നുണ്ട്. 2ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങുന്നതാണ് ധർമ്മ പ്രോച്ചിതരമോ നിർമ്മത്സരാം സാംവേദ്യം വാസ്തവമത്ര വസ്തുശിവതം താപത്രയോന്നു. ബാലകൃഷ്ണൻ എംബ്രാന്തിരി, പ്രഭാഷകൻ പെരിഗമന ശ്രീധരൻ നമ്പൂതിരിയെ ആദരിച്ചു. 1 വർഷം നീണ്ട ഭാഗവത സത്രത്തിൽ പ്രശസ്തരായ ഭാഗവതാചാര്യന്മാർ, വിവിധ തുറകളിൽപ്പെട്ട ക്ഷേത്രസ്ഥാനികർ, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവരെ ആദരിച്ചു.
പിന്നിട്ട ഓരോ മാസവും പ്രമുഖരായ ആചാര്യന്മാർ ഭാഗവത പ്രഭാഷണം നടത്തിയിരുന്നു. പരപ്പ ബാലൻ മാസ്റ്റർ ചടങ്ങിന് ആമുഖ ഭാഷണം നടത്തി. സത്സംഗം സംയോജകൻ ഹരിഹരൻ നമ്പ്യാർ, വാർഡ് മെമ്പർ സജി കുന്നുമ്മൽ, PP രാധിക ടീച്ചർ, സുമാ രാഘവൻ, സീതാ വാര്യർ, രുക്മിണി ദാമോദരൻ, ചന്ദ്രശേഖരൻ തൈക്കടപ്പുറം എന്നിവർ സമാപന സത്രത്തിന് നേതൃത്വം നൽകി. സത്സംഗം കുടുംബാംഗങ്ങൾ നടത്തിയ അക്ഷര ശ്ലോക സദസ്സോടെ പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വിദ്യാനഗർ ഡിവിഷൻ ഓഫീസ് പരിസരത്ത് ധർണാ സമരം നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ധവളപത്രത്തിന്റെ മറവിൽ കേരള വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, നിലവിലെ മാനദണ്ഡമനുസരിച്ച് പൊതുസ്ഥലം മാറ്റം നടപ്പിലാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കേന്ദ്ര കാര്യാലയത്തിനു മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി ധർണാ സമരം സംഘടിപ്പിച്ചു. വിദ്യാനഗർ ഡിവിഷൻ ഓഫീസിനു മുന്നിൽ നടന്ന ധർണാ സമരം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ധവളപത്രത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വർത്തമാനം തന്നെ കേരളത്തിൽ സ്വകാര്യവൽക്കരണത്തെ കുറിച്ചാണ്. ഇപ്പൊ നല്ല കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളെല്ലാം നന്നായി, മിക്കവാറും നന്നായി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പോയാൽ അവിടെ ആൻജിയോഗ്രാം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. ആൻജിയോപ്ലാസ്റ്റിയും വേണ്ടി വന്നാൽ ആൻജിയോഗ്രാം ചെയ്യും. എല്ലാം ചെയ്യാൻ ആവശ്യമായ രീതിയിലേക്ക് ഒരു സർക്കാർ ആശുപത്രിയെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്താണ്. അപ്പം അങ്ങനെയുള്ള സർക്കാർ ആശുപത്രികൾ ഇവിടെ വന്നാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് S ഗോവിന്ദരാജ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി S സുധാകരൻ മുദ്രാവാക്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K വിനോദ്, ട്രഷറർ B സുപ്രിയ, ജോയിന്റ് സെക്രട്ടറി K ബിജു, വൈസ് പ്രസിഡന്റ് BV പ്രിയേഷ്, സെക്രട്ടേറിയറ്റ് അംഗം M ജയൻ, കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് RK സുധീഷ്, കാസർഗോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് KA വിനോദ്, VV പവിത്രമോഹനൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VM ബിനുമോൻ സ്വാഗതവും ബ്രാഞ്ച് സെക്രട്ടറി A സതീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ SHO ഷാജു C ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അമ്പലത്തറ യൂണിറ്റ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് പ്രസിഡന്റ് KV ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ SHO ഷാജു C ഉദ്ഘാടനം ചെയ്തു. പോലീസും പൊതുജനങ്ങളും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിച്ചാൽ നാട്ടിൽ നടക്കുന്ന എല്ലാ തിന്മയെയും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അമ്പലത്തറ ടൗണിന്റെ സുരക്ഷയ്ക്കും ശുചിത്വത്തിനും മാതൃകാപരമായ സേവനം കാഴ്ചവെച്ച ജീവൻ പണയം വെച്ച അമ്പലത്തറ ടൗണിൽ കവർച്ച നടത്തിയ പ്രതികളിൽ ഒരാളെ പിടിക്കുകയും 2 പേരെ പിടിക്കാൻ പോലീസിനെ സഹായിക്കുകയും ചെയ്ത മൊയ്തീൻ അമ്പലത്തറ, പുരുഷോത്തമൻ ആനക്കല്ല്, രതീഷ് കാനത്തിൽ എന്നിവരെയും അമ്പലത്തറ ടൗണിൽ വർഷങ്ങളായി ശുചീകരണ പ്രവർത്തനം നടത്തിവരികയും തണൽ മരങ്ങൾ സംരക്ഷിച്ചു വരികയും ചെയ്യുന്ന AM ജോർജ്, പോലീസ് സേനയിൽ ജില്ലയിൽ മികച്ച ജനമൈത്രി പോലീസ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രമോദ് TV, SLC പരീക്ഷയിൽ വിജയം കൈവരിച്ച അനയ KV എന്നിവരെ ആദരിച്ചു. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ റൈറ്റർ മോഹനൻ, ജനമൈത്രി പോലീസ് ഓഫീസർ പ്രമോദ് TV, പുരുഷോത്തമൻ ആനക്കല്ല്, AM ജോർജ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി B ജയരാജൻ സ്വാഗതവും വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് സർജ ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവയവ കച്ചവടം സംസ്ഥാനത്ത് കാസർഗോഡ് ഉൾപ്പെടെ 5ഇടങ്ങളിൽ ED പരിശോധന. കേസിലെ ഇടനിലക്കാരനായ മേൽപ്പറമ്പ് സ്വദേശി നജീബിന്റെ വീട്ടിൽ ഉൾപ്പെടെയാണ് പരിശോധന. കാസർഗോഡ് ജില്ല പനിച്ചു വിറക്കുന്നു. ഈ മാസം ഇതുവരെ മാത്രം 10,934 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. ജനുവരി മുതൽ ഇതുവരെയായി 1 ലക്ഷത്തോളം പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം. 10 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തുവെന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. മടിക്കൈ ആലയിൽ സ്വദേശി ശ്രീജിത്തിനെയാണ് അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാലപ്പഴ
മലയിറക്കത്താൽ അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ നിന്ന് ഹോസ്ദുർഗ് പോക്സോ കോടതി കെട്ടിടവും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കെട്ടിടവും കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനം. കാസർഗോഡ് ജില്ലയിലെ ലഹരി മാഫിയയുടെ വേരുറക്കാൻ ലക്ഷ്യമിട്ട് കാസർഗോഡ് പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുന്നു. തുടർച്ചയായി ലഹരി കേസുകളിൽ പ്രതിയാകുന്നവരെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കർശന നിയമമായ PIT NDPS ആക്ട് പ്രകാരം ഒരാളെ കൂടി പോലീസ് കരുതൽ തടങ്കലിലാക്കി. KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ അധ്യാപകർ കൂട്ടധർണ സംഘടിപ്പിച്ചു. ചേമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമിയിലെ 2ാം വർഷ KGCE വയനാട് ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ വിദ്യാർത്ഥി P ആദർശിന്റെ 25ഓളം ചിത്രശില്പങ്ങളുടെ പ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.